പീരിമേട് മണ്ഡലത്തിൽ മൂന്നാം അംഗത്തിനൊരുങ്ങി UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ്. കഴിഞ്ഞ 2 തവണ ചെറിയ വോട്ടുകൾക്കാണ് സിറിയക് തോമസിനെ പീരിമേട് മണ്ഡലം കൈവിട്ടത്. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ പീരിമേട്ടിലെ ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഇടുക്കി വിഷ്ണുവോട് പറഞ്ഞു. KSU കാലഘട്ടം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്കായി പീരുമേടിന്റെ ഹൈറേഞ്ചിന്റെ മണ്ണിൽ പോരാടുന്ന അഡ്വക്കേറ്റ് സിറിയക് തോമസ് സജീവ രാഷ്ട്രീയത്തിൽ 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ചങ്ങനാശ്ശേരി SG കോളേജിൽ മാഗസിൻ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് തുടങ്ങിയ രാഷ്ട്രീയ യാത്ര ഇന്ന് INTC സംസ്ഥാന സെക്രട്ടറിയും DCC ജനറൽ സെക്രട്ടറിയുമായി പീരുമേടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായക സ്വാധീനമായി മാറിയിരിക്കുകയാണ്. 1993 മുതൽ പീരുമേട് കോടതിയിൽ അഭിഭാഷകനുമാണ്. 1995 മുതൽ ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായ അഡ്വക്കേറ്റ് സിറിയക് തോമസ് പീരുമേട് മണ്ഡലത്തിലെ തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും വിശ്വസ്തനായ നേതാവാണ്. ഹൈറേഞ്ച് പ്ലാന്റേഴ്സ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ്, ഇടുക്കി ജില്ലാ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ തൊഴിലാളി ക്ഷേമത്തിനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും അദ്ദേഹം മുൻപന്തിയിലുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗവുമായും 5 വർഷം പ്രവർത്തിച്ചു. എന്നും ഇവിടെ പീരുമേട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ പീരുമേടെന്ന ഈ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി വളരെയധികം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി പീരുമേട്ടിലെ വികസനത്തെക്കുറിച്ച് ഉള്ള ചിത്രം എനിക്ക് വളരെ വ്യക്തമായി അറിയാം. എനിക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ലഭിച്ച അവസരങ്ങൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മളുടെ പീരുമേട്ടിലെ നല്ലവരായ ജനങ്ങളുടെ അവരോടൊപ്പം നിന്നുകൊണ്ട് സ്നേഹവും സാഹോദര്യവും സമൃദ്ധിയുമുള്ള ഒരു പീരുമേടിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് എന്നെ അനുവദിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. 2016-ലും 2021-ലും പീരുമേട് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം അതിശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. 2016-ൽ ഇടതു തരംഗത്തിനിടയിലും വെറും 314 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 2021-ൽ വാഴൂർ സോമനോട് 1845 വോട്ടുകൾക്കും പരാജയപ്പെട്ടു. വളരെ ചെറിയ മാർജിനിലാണ് 2 പ്രാവശ്യവും വിജയം കൈവിട്ടത്. എങ്കിലും മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF പുലർത്തുന്ന മേധാവിത്വം അദ്ദേഹത്തിന്റെ താഴെത്തട്ടിലുള്ള സംഘടനാ മികവിനും ജനപിന്തുണയ്ക്കുമുള്ള തെളിവാണ്. സൗമ്യനായ രാഷ്ട്രീയ നേതാവും ലാളിത്യ ജീവിതം നയിക്കുന്ന നേതാവുമായ സിറിയകിന് മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയുണ്ട്. പലരും പീരുമേട്ടിൽ മത്സരിക്കാൻ മോഹിച്ചിരുന്നുവെങ്കിലും 2 വട്ടം തോൽവി ഏറ്റുവാങ്ങിയിട്ടും സിറിയകിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ഈ സ്വീകാര്യത ഒന്നുകൊണ്ട് തന്നെയാണ്. ഏലപ്പാറയിൽ നിന്നുമാണ് UDF സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത്. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.